നമസ്കാരം. പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ രാജ്യത്തും ലോകത്തെമ്പാടും അർബുദങ്ങളുടെ പട്ടികയിൽ ഏറ്റവും സാധാരണമായ ഒന്നാണ് ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശാർബുദം. ഏറ്റവും അധികം മരണകാരണമായേക്കാവുന്ന അർബുദവും ശ്വാസകോശാർബുദമാണ്. പക്ഷേ ഒരു പ്രത്യേകത, നമുക്ക് പ്രതിരോധിക്കാവുന്ന ഒരു അസുഖമാണ് ഇതെന്നതാണ്. ലങ് ക്യാൻസർ നേരത്തെ കണ്ടെത്താനും ചികിത്സിക്കാനും പ്രതിരോധിക്കാനും ആവശ്യമായ വിവരങ്ങളാണ് ഇന്ന് ഡോക്ടറോട് ചോദിക്കുന്നത്. കോഴിക്കോട് മേത്ര ആശുപത്രിയിലെ മെഡിക്കൽ ഓൺകോളജിസ്റ്റായ ഡോക്ടർ ആന്റണി തോട്ടിയാൻ ചേർന്നു. ഡോക്ടർ സ്വാഗതം. നമസ്കാരം ഡോക്ടർ, പൊതുവെ ചികിത്സിച്ച് ഭേദമാക്കാൻ ബുദ്ധിമുട്ടുള്ള മാരകമായ ഒരു അസുഖമായിട്ടാണ് ശ്വാസകോശാർബുദത്തെക്കുറിച്ചുള്ള ഒരു പൊതുധാരണ. നമുക്കറിയാം, അർബുദ ചികിത്സയുടെ കാര്യത്തിൽ നിത്യേന എന്നോളം വലിയ മുന്നേറ്റങ്ങൾ നടക്കുന്നൊരു കാലമാണിത്. അതുകൊണ്ട് തന്നെ ശ്വാസകോശാർബുദത്തിൻ്റെ ചികിത്സയുടെ കാര്യത്തിൽ പുതിയ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ചികിത്സിച്ച് പൂർണ്ണമായും മാറ്റാവുന്ന ഒരു അസുഖമാണോ ഇപ്പോൾ ശ്വാസകോശാർബുദം? ലങ് ക്യാൻസർ എന്ന് പറയുമ്പോൾ മെയിൻ പ്രോബ്ലം നമ്മുടെ പേഷ്യൻസും ഡോക്ടേഴ്സും ഫേസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏർലി ഡയഗ്നോസിസ് കിട്ടാറില്ല. മിക്ക പേഷ്യൻസും യൂഷ്വലി നമ്മുടെ അടുത്തേക്ക് സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 4 ആകുമ്പോഴാണ് വരാറ്. ഇതിന് മെയിൻ കാരണം തന്നെ ചെസ്റ്റ് എക്സ്റേ എടുക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് സ്റ്റേജ് 1 സ്റ്റേജ് 2 കാണാൻ പറ്റാറില്ല. CT മാത്രമാണ് ക്യാൻസേഴ്സ് കാണാറുള്ളൂ. സ്റ്റേജ് 3 സ്റ്റേജ് 4 പേഷ്യൻസിന് സിംറ്റംസ് വരിക. സിംറ്റംസ് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ അല്ലെങ്കിൽ കഫത്തിൽ അങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് തന്നെ വരുന്നത്. ഇപ്പൊ സിംറ്റംസ് വന്ന് പിന്നെ അതിന്റെ കുറച്ച് ഡിലേയും കൂടി കഴിഞ്ഞിട്ടാണ് പേഷ്യൻസ് ഡോക്ടർമാരുടെ അടുത്ത് എത്തുന്നത്. അപ്പൊ തന്നെ സ്റ്റേജ് 3 സ്റ്റേജ് 4 ആവും. അതാണ് നമ്മുടെ ലങ് ക്യാൻസറിലത്തെ ഇപ്പോഴത്തെ ഏറ്റവും മെയിൻ ചാലഞ്ച് ഉള്ളത്. അപ്പൊ ഒരു 10 കൊല്ലം മുമ്പ് വരെ സ്റ്റേജ് 3 സ്റ്റേജ് 4 ലങ് ക്യാൻസറിന്റെ സർവൈവൽ എന്ന് പറയുന്നത് ഭയങ്കര മോശമായിരുന്നു. വെറും 5% ആൾക്കാർക്ക് മാത്രമാണ് ഒരു ലോങ് ടേം ക്യൂർ അല്ലെങ്കിൽ ഈ രോഗത്തിൽ നിന്ന് ഒരു മുക്തത ലഭിക്കാറുള്ളത്. പക്ഷെ ഇപ്പോ ഒരു ലാസ്റ്റ് 5-6 കൊല്ലങ്ങളായിട്ട് കുറെ പുതിയ മരുന്നുകളും കുറെ ട്രീറ്റ്മെന്റുകളും വന്നിട്ടുണ്ട്, വിച്ച് ഹസ് ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ക്വാളിറ്റി ഓഫ് ലൈഫ് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് പണ്ട് നമുക്കറിയാം, കീമോ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് പേടിയായിരുന്നു. കീമോ അസുഖത്തിനേക്കാളും പേടി കീമോതെറാപ്പിനെ പറ്റിയിട്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോഴത്തെ കീമോതെറാപ്പികൾ സേഫർ ആയിട്ടുള്ള ഓപ്ഷൻസ് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആയിട്ടുള്ള ടാർഗറ്റഡ് തെറാപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് ഈ ക്യാൻസറിനെ മാത്രമേ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി നോർമൽ ആയിട്ടുള്ള ശരീരത്തിലെ കോശങ്ങളെ എഫക്ട് ചെയ്യാത്ത ട്രീറ്റ്മെന്റ്, അതാണ് ടാർഗറ്റഡ് തെറാപ്പി. അതുപോലെ തന്നെ ഇമ്മ്യൂണോതെറാപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരുന്ന് പോയിട്ട് ക്യാൻസറിനെ അല്ല അറ്റാക്ക് ചെയ്യുന്നത്. ഇത് പോയിട്ട് നമ്മുടെ ബോഡിയിലത്തെ ഈ ഇമ്മ്യൂൺ സെൽസ് അല്ലെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ സിസ്റ്റം, ആ സിസ്റ്റത്തിനെ മോഡിഫൈ ചെയ്ത് ആ രോഗപ്രതിരോധ സിസ്റ്റമാണ് ഈ ക്യാൻസറിനെ അറ്റാക്ക് ചെയ്ത് ഈ ലങ് ക്യാൻസറിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ കുറെ പുതിയ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേജ് 3 സ്റ്റേജ് 4 ക്യാൻസേഴ്സ് ആണെങ്കിലും കുറെ പേഷ്യൻസ്, ഓൾമോസ്റ്റ് 30-40% ആൾക്കാർക്ക് 5 കൊല്ലത്തിനേക്കാളും കൂടുതൽ സുഖമായിട്ട് ലങ് ക്യാൻസർ ആയിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. അതിലും ഒരു പകുതിയോളം ആൾക്കാർ ക്യൂർഡ് വരെ ആവുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചതിൽ തന്നെയുണ്ട് അതിൻ്റെ ഒരു പ്രധാനമായ കാരണം കണ്ടെത്താൻ ഏറ്റവും വൈകുന്നു, അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് എത്തുമ്പോൾ തന്നെ സ്റ്റേജ് 3, 4 ഒക്കെ ആയി മാറുന്നു, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ അർബുദം പടർന്ന ശേഷമാണ് പൊതുവെ രോഗികൾ സ്വന്തം രോഗം തിരിച്ചറിയുന്നത് തന്നെ. ഡോക്ടറെ, പൊതുവെ പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുമാണ് ശ്വാസകോശാർബുദത്തിൻ്റെ കാരണങ്ങളായി കാണപ്പെടുന്നത് പുരുഷന്മാരിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സർ, പുകവലിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചുമ എന്ന് പറയുന്ന അവരുടെ ജീവിതത്തിൻ്റെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഈ സ്മോക്കേഴ്സ് കഫ് എന്നൊക്കെ പറയുന്ന പോലെ നിത്യേന ചുമയ്ക്കുന്നവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുകവലിയുടെ ഭാഗമായിട്ടുള്ള ചുമയെ അവർ ഒരു ഗുരുതരമായ ഗൗരവമായ ഒരു തലത്തിൽ കാണുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് വൈകുകയും ചെയ്യും ഡോക്ടറുടെ എത്തുമ്പോൾ. അതുകൊണ്ട് തന്നെ ഡോക്ടറെ, ഈ ലക്ഷണങ്ങൾ എപ്പോഴാണ് നമ്മളൊരു ഗൗരവത്തോടെ എടുക്കേണ്ടത്? ചുമ മാത്രമാണോ ഇതിൻ്റെ ലക്ഷണങ്ങളായി നമ്മൾ കാണേണ്ടത്? അല്ല. സോ ബേസിക് ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആഴ്ചയായിട്ട് ചുമ മാറാത്ത ചുമയാണെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്യണം. ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ചെക്ക് ചെയ്യണം. അത് ക്യാൻസർ ആവില്ലായിരിക്കും, ക്ഷയം അതുപോലത്തെ വേറെ കുറെ ഇൻഫെക്ഷസ് ആയിട്ടുള്ള അസുഖങ്ങളായിരിക്കാം. പക്ഷേ 2 ആഴ്ചയായിട്ട് മാറാത്ത ചുമ എന്തായാലും ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞു കുറെ ചുമയൊക്കെ കുറെ ആൾക്കാർക്ക് സ്മോക്കേഴ്സിന് റെഗുലർ ആയിട്ട് ഉണ്ടാകുന്ന ഒരു സിംറ്റം ആണെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചുമയിലെ ക്യാരക്ടറിസ്റ്റിക് മാറുകയാണ്. ചുമ രാത്രികളിലാണ് കൂടുതൽ വരുന്നത്. അതിൽ ചുമയിൽ രക്തം വരികയാണ്, കഫത്തിൽ രക്തം വരികയാണ്. അതുപോലെ തന്നെ നെഞ്ചുവേദന അങ്ങനത്തെ എന്തെങ്കിലും ലക്ഷണങ്ങൾ വരികയാണ്. അതുപോലെ തന്നെ ഒരു ക്ഷീണം അല്ലെങ്കിൽ വെയിറ്റ് ലോസ്, ഫുഡ് കഴിക്കാൻ പറ്റായ്ക, ഫുഡ് കഴിക്കൽ കുറയുക, അതുപോലെ തന്നെ എന്താ പറയുക, ഒരു കിതപ്പ്, ഇതെല്ലാം വരികയാണെങ്കിൽ, എന്തെങ്കിലും ഒരു പുതിയ ലക്ഷണങ്ങൾ വരികയാണെങ്കിൽ അത് എന്തായാലും ചെക്ക്ഔട്ട് ചെയ്യേണ്ടതായിരിക്കും. എസ്പെഷ്യലി സ്മോക്കേഴ്സിൻ്റെ ഉള്ളിൽ പുതിയ ലക്ഷണങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ചെക്ക് ചെയ്ത് ക്യാൻസർ എല്ലാം റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്.
ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ COPD, ആസ്മ അല്ലെങ്കിൽ മറ്റ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകൾക്കും ഇതിന് സമാനമായ ലക്ഷണങ്ങളൊക്കെ കണ്ടേക്കാമല്ലോ ഡോക്ടർ. അപ്പോൾ എത്തരത്തിലാണ് ഇതിൻ്റെ ഒരു രോഗനിർണയം? ആദ്യത്തെ ഒരു രോഗനിർണയം എങ്ങനെയാണ്? ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ കൊണ്ട് കാരണം തന്നെയാണ് ലങ് ക്യാൻസർ എപ്പോഴും കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ലേറ്റ് ആവുന്നത്. പേഷ്യന്റ് ഡോക്ടറിന്റെ അടുത്തേക്ക് വരാനും ലേറ്റ് ആവും, ഡോക്ടർമാർ അത് റെക്കഗ്നൈസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാനും ലേറ്റ് ആവുന്നു. അതുകൊണ്ടാണ് മെയിൻലി ലങ് ക്യാൻസർ സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 4 ആയി പോകുന്നത്. പക്ഷെ നമുക്ക് സ്ക്രീനിങ് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പോൾ ഒരു രോഗി 20 വർഷമായിട്ട് ഒരു പാക്ക് സിഗരറ്റ് ഡെയിലി വലിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ഡോക്ടറിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഡോക്ടേഴ്സ് ഓട്ടോമാറ്റിക്കലി അവരോട് CT ചെയ്യാൻ പറയും. ലോ ഡോസ് CT ഇപ്പോൾ റെക്കമെൻഡഡ് ഇൻ ഓൾ ഗൈഡ് ലൈൻസ് ആണ്. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏർലി സ്റ്റേജ് ആയിട്ട് നമുക്ക് ലങ് ക്യാൻസറിനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ സ്ക്രീനിങ് ചെയ്യുന്നത് ഹൈ റിസ്ക് ഇൻഡിവിജ്വൽസിനാണ്. എല്ലാവർക്കും ചെയ്തിട്ട് കാര്യമില്ല, അത് വേസ്റ്റ് ആണ്. പക്ഷെ ഹൈ റിസ്ക് ഇൻഡിവിജ്വൽസ് എന്ന് പറയുകയാണെങ്കിൽ ഈ 20 വർഷമായിട്ട് ഡെയിലി ഒരു പാക്ക് സിഗരറ്റോ അതിൽ കൂടുതലോ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരിൽ കൊല്ലത്തിൽ ഒരിക്കൽ ലോ ഡോസ് CT സ്കാൻ ഓഫ് ദ ചെസ്റ്റ് ചെയ്യും നമ്മൾ, ടു ഫൈൻഡ് ഔട്ട് വെദർ ദർ ഇസ് ലങ് ക്യാൻസർ ആൻഡ് വി ക്യാൻ പിക്ക് ദിസ് ലങ് ക്യാൻസർ ഇൻ ദ ഏർലി സ്റ്റേജ് ആണെങ്കിൽ ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ. സ്റ്റേജ് 1, സ്റ്റേജ് 2 ലങ് ക്യാൻസർ ഇസ് ഫുള്ളി ക്യൂറബിൾ. അതുകൊണ്ട് ആണ് ഈ ഹൈ റിസ്ക് ഇൻഡിവിജ്വൽസിൽ ഈ സ്ക്രീനിങ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ, നമുക്ക് വടകരയിൽ നിന്ന് കൃഷ്ണൻ എന്ന പ്രേക്ഷകനുണ്ട്. സർ സ്വാഗതം, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഞാൻ ശ്രീചിത്രയെ കാണിക്കുന്നതാണ്, തിരുവനന്തപുരം. എനിക്ക് കഴുത്തിനായിരുന്നു 3 വർഷമായി കാണിക്കുന്നു. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇടക്കിടക്ക് ചിറങ്ങനെ ഒരു വേദന വരും ഇടക്കല്ലേ. അത് മാറിക്കിട്ടാ എന്തെങ്കിലും വഴി എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോന്നാ. അവിടെ ചെക്കിങ്ങിന് പോക്കുണ്ട്. 6 മാസം കൂടുമ്പോ ശ്രീചിത്രയിൽ പോയി ചെക്ക് ചെയ്യണം. അപ്പൊ ഇപ്പൊ വളരെ സമാനുണ്ട്. ലങ് ക്യാൻസർ ആണോ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ കഴുത്തിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് ക്യാൻസർ ആണോ പറഞ്ഞിരിക്കുന്നത്? റേഡിയേഷൻ ചെയ്താ 10 റേഡിയേഷൻ ചെയ്താലേ ഡോക്ടർ പറഞ്ഞിട്ട് ചെയ്യാം. അപ്പൊ പിന്നെ 10 ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകാം. പിന്നെ റേഡിയേഷൻ ചെയ്തിട്ടില്ല, 6 മാസം കൂടി പോയിട്ട് ചെക്ക് ചെയ്തിട്ട് വരുന്ന. നിങ്ങളുടെ ക്യാൻസർ ലങ് ക്യാൻസർ ആയിരിക്കും ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇത് കേട്ടിട്ട് ലങ് ക്യാൻസർ ആണെന്ന് അല്ലെന്ന് തോന്നുന്നത്. വേറെ ഏതോ ക്യാൻസർ ആണ് ആയിരിക്കും മിക്കതും. ലങ് ക്യാൻസർ ആണോ ഡയഗ്നോസിസ് വന്നേക്കുന്നത്? അസുഖത്തിന്റെ പേരെന്താ പറഞ്ഞു തന്നേക്കുന്നത്? അതൊന്നും പറഞ്ഞിട്ടില്ല സാറേ. ക്യാൻസർ ആണെന്ന് മാത്രം ഇവിടുന്ന് കാണിച്ചാൽ പിന്നെ ക്യാൻസർ ആണെന്ന് പറഞ്ഞ അവിടെ പോയി റേഡിയേഷൻ ചെയ്ത് പിന്നെ ഇവിടെ കിടന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. നിങ്ങളുടെ ലക്ഷണങ്ങൾ കേട്ടിട്ട് ലങ് ക്യാൻസർ അല്ലെന്നാ തോന്നുന്നത്. ഇത് ലിംഫോമയോ അതുപോലത്തെ വേറെ ഏതോ കഴുത്തിൽ വരുന്ന ഒരു രോഗമായിട്ടാണ് തോന്നുന്നത്. ഇത് എനിക്ക് ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. എനിക്ക് ബയോപ്സി റിപ്പോർട്ടും ബയോപ്സി പേപ്പറും ഒക്കെ കാണണം. അറ്റ്ലീസ്റ്റ് നിങ്ങളെ കണ്ടാലേ എനിക്ക് കറക്റ്റ് ആയിട്ട് ഏത് രോഗമാണെന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാലാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. മിക്കതും നിങ്ങൾ 3 കൊല്ലമായിട്ട് കുഴപ്പമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് ലങ് ക്യാൻസർ അല്ല, വേറെ ഏതോ രോഗമാവാനാണ് സാധ്യത. കൃഷ്ണൻ ക്യാൻസർ തന്നെയായിരിക്കും, പക്ഷെ ശ്വാസകോശ അർബുദം ആയിരിക്കില്ല. സർ, വിളിച്ചതിന് നന്ദി. കുറ്റ്യാടിയിൽ നിന്ന് അഭിലാഷ് ഉണ്ട്. അഭിലാഷ് സ്വാഗതം, ഡോക്ടർ സംസാരിച്ചോളൂ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഡോക്ടറെ, ഈ ലങ് ക്യാൻസറിനെ പിന്നെ ഈ പുകവലി തന്നെയാണോ പിന്നെ കാരണം? പുകവലിക്കാത്ത ആൾക്കാർക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോ കാരണങ്ങൾ ഓഫ് ലങ് ക്യാൻസർ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കോമൺ അല്ലെങ്കിൽ 80% ഓഫ് ദ കോസ് ഓഫ് ലങ് ക്യാൻസർ സ്മോക്കിംഗ് തന്നെയാണ്. സ്മോക്കിംഗ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന് പറയുന്നതാണ്. നമ്മൾ സ്മോക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വരുന്ന അസുഖത്തിനാണ് ഫസ്റ്റ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് ഉണ്ട്. സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് ആണെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് സ്മോക്കിംഗ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അടുത്ത് വേറൊരാളുണ്ടെങ്കിൽ അയാൾക്കും അയാളുടെ ശ്വാസകോശത്തിലും ഈ സ്മോക്കിൽ ഈ സിഗരറ്റിൽ അല്ലെങ്കിൽ ബീഡിയിലുള്ള ടോക്സിക് സാധനങ്ങൾ കാർസിനോജൻസ് അവർക്കും കിട്ടാം. അപ്പൊ അതാണ് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക്. അപ്പോൾ സ്മോക്കിംഗ് ആൻഡ് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് ഇസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ലങ് ക്യാൻസർ. പിന്നെ തേർഡ് ഹാൻഡ് സ്മോക്കും ഉണ്ട്. തേർഡ് ഹാൻഡ് സ്മോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് ഇരുന്ന് സിഗരറ്റ് വലിക്കുകയാണ്, അപ്പോൾ ഒരു ആഷ്ട്രയിലെ സ്മോക്ക് കിട്ടും. അതുപോലെ തന്നെ ആ സ്മോക്ക് കൊണ്ട് കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഡോർ നോബ് തുറക്കുന്നു, അങ്ങനെ നമ്മൾ റൂമിലത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നു. അത് വേറെ ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ അതും ആ കാർസിനോജൻസ് ആ ബുക്കോ സാധനങ്ങളോ എല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഈ സ്മോക്കിലുള്ള കാർസിനോജൻസിന്റെ എക്സ്പോഷർ വരും. ഇതാണ് തേർഡ് ഹാൻഡ് സ്മോക്ക്. അപ്പൊ ഈ സ്മോക്ക് റിലേറ്റഡ് ആണ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് ലങ് ക്യാൻസർ. ഫസ്റ്റ് ഹാൻഡ് ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് ട്രാൻസ്മിറ്റഡ് ആവും സെക്കൻഡ് ഹാൻഡ് സ്മോക്കിലും അതുപോലെ തന്നെ തേർഡ് ഹാൻഡ് സ്മോക്കിലും.
മോസ്റ്റ് കോമൺ കോസ് ഓഫ് ലങ് ക്യാൻസർ. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എയർ പൊല്യൂഷൻ ഒക്കെ ഭയങ്കരമായിട്ട് കൂടി വരികയാണ്. എയർ പൊല്യൂഷൻ ആണ് വേറെ ഒരു കോമൺ ആയിട്ട് സെക്കൻഡ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് ലങ് ക്യാൻസർ ആയിട്ട് വരുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ സെക്കൻഡ് ഹാൻഡ് തേർഡ് ഹാൻഡ് സ്മോക്കും ഈ എയർ പൊല്യൂഷനും കാരണമാണ് നമ്മുടെ ഈ സ്മോക്കേഴ്സ് അല്ലാത്തവരിലും ഇപ്പോൾ ലങ് ക്യാൻസർ കണ്ടുവരാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺസ്. സർ വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ മുൻപ് പുകവലിച്ചിരുന്ന ആളുകൾ വർഷങ്ങളായി പുകവലി നിർത്തിയ ശേഷം ലങ് ക്യാൻസറിനുള്ള സാധ്യത എത്രത്തോളമാണ്? അപ്പോൾ ഒരാൾ ഒരു സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ തന്നെ ആൾക്ക് ലങ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ റിസ്ക് എസ്റ്റിമേറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സ്മോക്കിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വെരി ഹൈ റിസ്ക് ആയിരിക്കും. സ്മോക്കിംഗ് നിർത്തി കഴിഞ്ഞാൽ ഒരു 5 കൊല്ലം കഴിയും തോറും ഈ ലങ് ക്യാൻസർ വരാനുള്ള റിസ്ക് പകുതിയായിട്ട് കുറയും. ഓരോ 5 കൊല്ലം കൂടും തോറും ഈ ലങ് ക്യാൻസർ വരാനുള്ള റിസ്ക് കുറഞ്ഞു വരും. പക്ഷേ അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് സ്മോക്ക് എത്ര വലിച്ചിരുന്നു അനുസരിച്ചാണ് അവർക്ക് അത് കഴിഞ്ഞിട്ട് എത്ര നാൾ വിട്ടിരുന്നു എന്നും രണ്ടും കൂട്ടിയിട്ടാണ് നമ്മളൊരു റിസ്ക് പറയുന്നത്. ഒരു പേഷ്യന്റിന് സ്മോക്കിംഗ് വിട്ട് കഴിഞ്ഞാൽ എത്ര ചാൻസ് ഉണ്ട് ലങ് ക്യാൻസർ വരാൻ. സർ, നമുക്ക് താമരശ്ശേരിയിൽ നിന്ന് സുരേഷ് കൂടിയുണ്ട്. സുരേഷ്, സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. സർ, ഹലോ. സർ ചോദിച്ചോളൂ. ഹലോ, കേൾക്കുന്നുണ്ട്. ഹലോ സർ, കേൾക്കാം. ഞാൻ ഒരു ടാക്സി ഡ്രൈവറാണ്. കൂടുതൽ പുക ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു ഇതുള്ളതുകൊണ്ട് ഈ ലങ്സ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലുണ്ടല്ലോ. അതുകൊണ്ട് ഈ പെട്ടെന്ന് തന്നെ ഇത് അറിയാൻ വേണ്ടി എന്താണ് ഒരു ടെസ്റ്റ് പെട്ടെന്ന് നടത്താൻ പറ്റുമോ? അപ്പോ നിങ്ങളൊരു സ്മോക്കർ ആണ് അല്ലേ? അതല്ലേ ഉദ്ദേശിച്ച്? കുറെ നാളുകളായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആളാണല്ലോ ഉദ്ദേശിച്ച് പറഞ്ഞേക്കുന്നത്? സ്മോക്കർ എന്ന് പറഞ്ഞാല് സിഗരറ്റ് അല്ല സാർ, വാഹനം. ഓക്കെ അങ്ങനെ. ഓക്കെ ടാക്സി ഡ്രൈവറാണ്. കേട്ടില്ല സർ. അദ്ദേഹം ഒരു ടാക്സി ഡ്രൈവറാണ്. വാഹനത്തിന്റെ പുക ഒരുപാട്. ഓക്കെ. അപ്പോ അങ്ങനെയുള്ള ഇങ്ങനെ നല്ല അപ്പൊ എയർ പൊല്യൂഷൻ ആണ് മെയിൻ കോസ് ഓഫ് കൺസേൺ നമുക്കുള്ളത്. ഈ ലങ് ക്യാൻസർ വരാൻ സാധ്യത ഉണ്ടാക്കാനുള്ള കാരണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുള്ള കാരണം നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ടുള്ള എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ പോയി ചെക്ക് ചെയ്യണം. സിംറ്റംസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ആഴ്ചയായിട്ട് ചുമ മാറാത്ത എന്തെങ്കിലും ചുമയാണോ, കഫത്തിൽ എന്തെങ്കിലും രക്തം വരികയാണോ, വെയിറ്റ് കുറയുകയാണോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്ഷീണം അല്ലെങ്കിൽ ഒരു കിതപ്പ്, അങ്ങനെ എന്തെങ്കിലും പുതിയൊരു ലക്ഷണം വരികയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ചെക്ക് ചെയ്യണം. അല്ലാണ്ട് വേറെ കാര്യമായിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് വലിയൊരു പ്രയോജനം ഉണ്ടാവില്ല. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈം ടെസ്റ്റ് നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടായിട്ട് ടെസ്റ്റ് ചെയ്താലാണ് നിങ്ങളുടെ കേസിൽ പ്രയോജനം ഉണ്ടാവുള്ളൂ. സർ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രത്യക്ഷമായ പുകവലിയല്ല, പാസീവ് സ്മോക്കിംഗ് ഉള്ള ആളുകൾക്കും, അതായത് കുടുംബത്തിലൊരാൾ പുകവലിക്കുന്ന ആളാണെങ്കിൽ അവരുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ ഒക്കെ ഇത് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയും. ഡോക്ടർ, ഇത് പുകവലിക്കുന്ന ആളുടെ അത്ര തന്നെ സാധ്യത കൂടുതലാണോ? അല്ല, നമ്മുടെ ഒരു ക്യാൻസറിന്, ഏത് ടൈപ്പ് ക്യാൻസറിനായാലും 2 റിസ്ക് ആണ്. ഒന്നുള്ളത് നമ്മുടെ ജനറ്റിക് റിസ്ക്കും ഒന്നൊരു എൻവയറമെന്റൽ റിസ്ക്കും. ജനറ്റിക് റിസ്ക് നമ്മുടെ ജീൻസ് അല്ലെങ്കിൽ നമ്മുടെ ജീൻസ് തീരുമാനിക്കും നമുക്ക് എന്തോരം റിസ്ക് ഉണ്ട് ക്യാൻസർ വരാനുള്ളത്. അതിന്റെ ഒപ്പം തന്നെയാണ് എൻവയൺമെന്റ് റിസ്ക് ആണ് നമ്മുടെ ഈ സ്മോക്കിംഗ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരു ഹൈ ജനറ്റിക് റിസ്ക്കും ലോ എൻവയൺമെന്റൽ റിസ്ക്കും ആണെങ്കിൽ ക്യാൻസർ വരാം. അതുപോലെ തന്നെ വേറൊരാൾക്ക് ലോ ജനറ്റിക് റിസ്ക്കും പക്ഷെ ഹൈ എൻവയൺമെന്റൽ റിസ്ക് ആണെങ്കിലും ക്യാൻസർ വരും. അപ്പോൾ നമ്മൾ ഈ സ്മോക്കിങ്ങിൽ കൂടെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ എൻവയൺമെന്റൽ റിസ്ക് മാത്രമാണ് നമ്മൾ കട്ട് ഡൗൺ ചെയ്യുന്നത്. ജനറ്റിക് റിസ്ക് ഓൾവേസ് ഉണ്ട്. അപ്പോൾ ഈ ജനറ്റിക് റിസ്കിന്റെ മുകളിൽ സ്മോക്ക് ചെയ്യുന്നവർക്ക് ആണ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. എപ്പോഴും സ്മോക്കറിനായിരിക്കും ചാൻസ് കൂടുതൽ. പാസീവ് സ്മോക്കറിനേക്കാളും ചാൻസ് കുറവായിരിക്കും ക്യാൻസർ വരാൻ. പക്ഷേ ഈ പാസീവ് സ്മോക്കറിന് ജനറ്റിക് റിസ്ക് ഹൈ ആണെങ്കിൽ അവർക്ക് ഈ സ്മോക്കറിന് ചിലപ്പോൾ ക്യാൻസർ വരില്ലായിരിക്കും, പക്ഷെ വീട്ടിലത്തെ ആൾക്കാർക്കായിരിക്കും ചിലപ്പോൾ ക്യാൻസർ വരുന്നത്. അതുകൊണ്ട് സ്മോക്കേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സ്മോക്കേഴ്സിന് മാത്രമല്ല അവരുടെ വീട്ടിലുള്ള ആൾക്കാർക്കും അവരുടെ സ്മോക്കിംഗ് കാരണം ക്യാൻസർ വരാൻ നല്ലൊരു ഹൈ ചാൻസ് ഉണ്ട്. വ്യക്തമാണ് ഡോക്ടർ. നമുക്ക് ശ്വാസകോശ അർബുദത്തിന്റെ ചികിത്സയെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കേണ്ടതുണ്ട്. ഒരിടവേള ആവശ്യമാണ്, മടങ്ങിയെത്താം. ശ്വാസകോശ അർബുദം എങ്ങനെ നേരത്തെ കണ്ടെത്താം, ചികിത്സിക്കാമെന്നാണ് ഇന്ന് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. നമുക്കൊപ്പമുള്ളത് കോഴിക്കോട് മേത്ര ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റായ ഡോക്ടർ ആന്റണി തോട്ടിയാനാണ്. ഡോക്ടർ, നേരത്തെ ഡോക്ടർ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു വളരെ പ്രതീക്ഷ നൽകുന്ന ചികിത്സാ രീതികൾ ഇപ്പോഴുണ്ട് ശ്വാസകോശ അർബുദത്തെ സംബന്ധിച്ചിടത്തോളം. ഓരോ സ്റ്റേജും അനുസരിച്ചായിരിക്കുമോ ഡോക്ടർ ചികിത്സ നിർണ്ണയിക്കുന്നത്? ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റേജ് ആണ്.
അതുപോലെ തന്നെ നമ്മൾ ബയോപ്സി എടുത്തു കഴിയുമ്പോൾ ബയോപ്സിയിൽ ഒരു ടൈപ്പ് ക്യാൻസർ വരും. ലങ് ക്യാൻസറുകൾ തന്നെ പല ടൈപ്പുകളുണ്ട്. അപ്പോൾ ആ ടൈപ്പ് ബയോപ്സിയിലത്തെ ടൈപ്പ് ഓഫ് ക്യാൻസറും സ്റ്റേജും ആണ് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷെ ഒന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഏർലി സ്റ്റേജ് 1, സ്റ്റേജ് 2 ക്യാൻസറിലാണെങ്കിൽ യൂഷ്വലി സർജറി ഫോളോഡ് ബൈ കീമോ ആയിരിക്കും. സ്റ്റേജ് 3, സ്റ്റേജ് 4 റേഡിയേഷനും കീമോ ആയിരിക്കും മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. സ്റ്റേജ് 4 ആണെങ്കിൽ യൂഷ്വലി കീമോതെറാപ്പി അല്ലെങ്കിൽ ഈ പുതിയ തരം ട്രീറ്റ്മെന്റ്സ് ആയിട്ടുള്ള ടാർഗറ്റഡ് തെറാപ്പിയും ഇമ്മ്യൂണോതെറാപ്പിയും ആയിരിക്കും. അപ്പോൾ സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2 ഹൈലി ക്യൂറബിൾ ആണ്. ഓൾമോസ്റ്റ് 60 to 70% ആൾക്കാർ ക്യൂർ ആവും. ക്യൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ അസുഖം തിരിച്ചു വരില്ല. അതുപോലെ ക്യൂർ ആവുന്നതാണ് സ്റ്റേജ് 1, 2. സ്റ്റേജ് 3 ആകുമ്പോൾ അത് കുറച്ച് കുറയും, ഒരു 30% ആവും. സ്റ്റേജ് 4 ആകുമ്പോൾ പഴയ ട്രീറ്റ്മെന്റ് വെച്ചുകളാണെങ്കിൽ ഒരു 5% ആൾക്കാർ മാത്രമേ ശരിയാവാറുള്ളൂ, ബാക്കി ആരും ശരിയാവാറൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ പുതിയ ട്രീറ്റ്മെന്റുകൾ വെച്ചാണെങ്കിൽ ഒരു 30%, 40% ആൾക്കാർക്ക് വരെ ലോങ് ടേം ഡിസീസ് കൺട്രോൾ കിട്ടും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 3-4 years സുഖമായിട്ട് ജീവിക്കാൻ പറ്റും അസുഖം കൺട്രോൾഡ് ആയിട്ട്. അതിൽ തന്നെ ഒരു 20% ആൾക്കാർ ക്യൂർ പോലും കിട്ടും. പിന്നെ ട്രീറ്റ്മെന്റ്, ഈ പുതിയ തരം ട്രീറ്റ്മെന്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മെയിൻലി 2 അഡ്വാൻസസ് സംഭവിച്ചേക്കുന്നത് കീമോതെറാപ്പിയിലുണ്ട്, അതുപോലെ തന്നെ ഈ ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിലുണ്ട്, ഇമ്മ്യൂണോതെറാപ്പിയിലും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കീമോതെറാപ്പിയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ തരം കീമോതെറാപ്പികൾ അവൈലബിൾ ആണ് ഇപ്പോൾ. അത് ഇങ്ങനെ മുടി കൊഴിയൽ കുറവുള്ള കീമോതെറാപ്പി, അതുപോലെ തന്നെ ഈ ഛർദി, പണ്ട് നമുക്ക് അറിയാം കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ ഛർദി അല്ലെങ്കിൽ മുടി കൊഴിച്ചിലായിരുന്ന ഏറ്റവും ആൾക്കാർക്ക് പേടിയുള്ള ഒരു കാര്യം. ഇത് രണ്ടും ഇല്ലാത്ത ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഇപ്പോൾ കീമോതെറാപ്പി വെച്ച് തന്നെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ടാർഗറ്റഡ് തെറാപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ട്യൂമർ സെൽസിനെ മാത്രമേ അത് എഫക്ട് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ബോഡിയിലെ നോർമൽ കോശങ്ങളെ ഒരു തരത്തിലും എഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഈ അതിന്റെ അർത്ഥം തന്നെ ടാർഗറ്റിംഗ് ദ ക്യാൻസർ, അതാണ് ഈ ടാർഗറ്റഡ് തെറാപ്പി. അപ്പൊ ഈ ടാർഗറ്റഡ് തെറാപ്പിയിലെ മോസ്റ്റ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും ടാബ്ലറ്റ്സ് ആണ്. അപ്പോൾ അത് നമുക്ക് ഷുഗറും BP ഒക്കെ എടുക്കുന്ന പോലെ, മരുന്ന് എടുക്കുന്ന പോലെ വെറുതെ ഈ ടാബ്ലറ്റ്സ് കഴിച്ചാൽ മതി, ഇഞ്ചക്ഷൻ പോലും വേണ്ട. അപ്പൊ അതുകൊണ്ട് പേഷ്യൻസ് ആർ വെരി മച്ച് കംഫർട്ടബിൾ വിത്ത് ദിസ് ടാർഗറ്റഡ് തെറാപ്പി. സൈഡ് എഫക്ട്സ് കുറവാണ്, ട്രീറ്റ്മെന്റ് ഭയങ്കര എഫക്റ്റീവ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പേഷ്യൻസിന് ഹോസ്പിറ്റലിലേക്ക് അധികം വരണം, മാസത്തിൽ ഒരിക്കൽ വലുതും വന്നാൽ മതി, വെറും ടാബ്ലറ്റ് വീട്ടിലിരുന്ന് കഴിച്ചാൽ മതി. അപ്പൊ അതാണ് ഈ ടാർഗറ്റഡ് തെറാപ്പി. പിന്നെ ഇമ്മ്യൂണോതെറാപ്പിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ എമംഗ് ദ വെപ്പൺസ് ഓഫ് അഗെയിൻസ്റ്റ് ക്യാൻസറിൽ വന്നിരിക്കുന്നത്. ഈ ഇമ്മ്യൂണോതെറാപ്പി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് IV ആയിട്ടാണ് കൊടുക്കുക. എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞരമ്പിലാണ് മരുന്ന് കയറ്റി കൊടുക്കുന്നത്. പക്ഷെ അത് കീമോതെറാപ്പി പോലെയല്ല, അത് നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ റീപ്രോഗ്രാം ചെയ്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെയാണ് നമ്മുടെ ട്യൂമറിനെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്യുമ്പോൾ ബാക്കി കോശങ്ങൾക്കൊന്നും പ്രശ്നമില്ല. ഈ ഇമ്മ്യൂൺ സിസ്റ്റം വേറെ നമ്മുടെ സാധാരണ ഒരു വൈറസോ ബാക്ടീരിയോനെ അറ്റാക്ക് ചെയ്യുന്ന പോലെ നമ്മുടെ ട്യൂമർ സെൽസിനെ അറ്റാക്ക് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് ഒരു ലോങ് ടേം ഡിസീസ് കൺട്രോൾ തരും. അപ്പൊ ഇത് മൂന്നുമാണ് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ലങ് ക്യാൻസറിലുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്. ഡോക്ടർ, നമുക്ക് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഷബാന എന്ന പ്രേക്ഷകയുണ്ട്. ഷബാന, സ്വാഗതം. ഡോക്ടർ സംസാരിച്ചോളൂ. ഓക്കെ, താങ്ക് യു. ഡോക്ടർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എനിക്ക് 40 വർഷം മുൻപ്, അല്ല ഒരു 20 വർഷം മുൻപ് TB വന്നതാണ്. 40 വയസ്സുണ്ട് എനിക്ക്. TB ഒന്ന് മാറി, പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഒരു 7 വർഷം മുൻപ് കുറെ ബ്ലഡ് ഒമിറ്റ് ചെയ്തു. അപ്പൊ CT ഒക്കെ എടുത്തു, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് CT ഒക്കെ എടുത്തു. നോക്കിയപ്പോ അവർ പറഞ്ഞ എന്താ ബ്ലഡ് വെയിൻസിന് എന്താ ചെറിയ തകരാറുണ്ട്, അതിന്റെ പേരിൽ വന്ന ബ്ലഡ് ആണ്, പേടിക്കണ്ടെന്നാ പറഞ്ഞേ. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഒരു ക്യാൻസർ സാധ്യത ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് എന്തെങ്കിലും ടെസ്റ്റ് ഒക്കെ വല്ലപ്പോഴും ചെയ്ത് നോക്കേണ്ടതുണ്ടോ? ആവശ്യമില്ല, ഒരു തവണ CT എടുത്തതാണല്ലോ. വേണമെങ്കിൽ ഇനി പുതിയതായിട്ട് സിംറ്റംസ് വരികയാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും CT എടുത്ത് നോക്കണം. പക്ഷെ അല്ലെങ്കിൽ വേറെ പുതിയതായിട്ട് സിംറ്റംസ് ഒന്നും വന്നില്ലെങ്കിൽ വേണ്ട. TB കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ 10-20 കൊല്ലം കഴിഞ്ഞിട്ട് വരാറുള്ളതാണ്, അത് നോൺ ടു ആണ്. അപ്പോൾ TB കാരണം ക്യാൻസർ ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അപ്പൊ അതാലോചിച്ച് അധികം ടെൻഷൻ അടിക്കണ്ട. പക്ഷെ ഇതുപോലത്തെ വേറെ ഏതെങ്കിലും സിംറ്റംസ് വരികയാണ്, വീണ്ടും ബ്ലഡ് ഒക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും CT എടുക്കേണ്ടി വരും, അത് എന്നിട്ട് നോക്കേണ്ടി വരും. പക്ഷെ TB കാരണമായിരിക്കില്ല മിക്കതും നിങ്ങൾക്ക് ക്യാൻസർ. TB ക്യാൻസർ ആയിട്ട് വലിയ ബന്ധമില്ല. അപ്പൊ അതിനെ പറ്റി ആലോചിച്ച് പേടിക്കണം. 3 മാസം മുൻപ് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. അതിനുശേഷം ഭയങ്കര ശക്തമായിട്ടുള്ള കിതപ്പുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടാവും? കോവിഡ് കഴിഞ്ഞിട്ടുള്ള മിക്ക പേഷ്യൻസിനും ഒരു കിതപ്പും ക്ഷീണവും പറയാറുള്ളതാണ്. അതും ക്യാൻസർ ആയിട്ട് വലിയ ബന്ധമില്ല. കോവിഡ് കഴിഞ്ഞിട്ട് തന്നെ മാറേണ്ടതാണ്. റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെ കണ്ട് ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ തന്നെ ആ കിതപ്പ് കുറച്ച് കഴിയുമ്പോൾ മാറും. അത് സ്ലോ ആയിട്ടാണ് മാറുള്ളൂ. അതിന് കുറെ കാരണങ്ങളുണ്ട്. ആ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. ആ കാരണം കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ചെയ്യണം. അത് ക്യാൻസർ ആയിട്ട് വലിയ ഇതുണ്ടാവാൻ സാധ്യതയില്ല. ഷബാന, വിളിച്ചതിന് നന്ദി. തൃശ്ശൂരിൽ നിന്ന് കൃഷ്ണമ്മ കൂടിയുണ്ട്. മാം, സ്വാഗതം. ഡോക്ടർ സംസാരിച്ചോളൂ.
ഹലോ ഡോക്ടർ, ഞാൻ കൃഷ്ണ. ഹലോ. എനിക്ക് ലങ്സ്, അതാണ് അസുഖം. എന്താണ് മനസ്സിലായി, കേട്ടില്ല. ലെഫ്റ്റ് ലങ്സിന് ക്യാൻസർ ആണ് എനിക്ക്. ഓക്കെ. ആ, പിന്നെ ഒരു 2.5 വർഷമായി എനിക്ക് തുടങ്ങിയിട്ട്. ഓക്കെ. പിന്നെ അത് പിന്നെ ഞാൻ ഇത് കീമോതെറാപ്പിയാണ് ചെയ്യണ, മെഡിസിൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ എനിക്ക് ടാർഗറ്റഡ് തെറാപ്പി ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് ചെയ്യാൻ പറ്റുമോ? അപ്പോ അത് നമ്മൾ ഈ പുതിയ തരം ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ ബയോപ്സി എടുത്തിട്ടുണ്ടാവുമല്ലോ തുടക്കത്തിൽ. ആ ബയോപ്സിയിൽ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യും, EGFR, ALK, ROS എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ടെസ്റ്റുകൾ അനുസരിച്ച്, ആ ടെസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഏത് ട്രീറ്റ്മെന്റ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് തീരുമാനിക്കുക. ടാർഗറ്റഡ് തെറാപ്പി ആണോ ഇമ്മ്യൂണോതെറാപ്പി ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ റിപ്പോർട്ട്, ബയോപ്സി റിപ്പോർട്ടുകളും അതിന്റെ എല്ലാം കൂടി ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ട് അനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുക. അതെ, അപ്പൊ മെഡിസിൻസ് പറ്റില്ല എന്നാ പറഞ്ഞ. അപ്പൊ എനിക്ക് ടാർഗറ്റഡ് പറ്റുമോന്ന് അറിയാനാ ഞാൻ വിളിച്ചത്. ഇപ്പൊ 40 എണ്ണായി. ഓക്കെ, അപ്പൊ അതിനുള്ളത് ഈ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഈ EGFR, ALK, ROS എന്നൊക്കെ പറഞ്ഞ കുറച്ച് മോളിക്കുലർ ടെസ്റ്റുകളുണ്ട്. കുറച്ച് ബയോപ്സി പീസിൽ ചെയ്യുന്ന ടെസ്റ്റുകളാണ്. അത് ചെയ്ത് നോക്കിയിട്ട് അത് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ടാർഗറ്റഡ് തെറാപ്പീസോ അല്ലെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പീസോ ഉപയോഗിക്കാം. ഓക്കെ, ആ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ റിപ്പോർട്ട് നോക്കൂ. അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. തുടക്കത്തിൽ ഡയഗ്നോസ് ചെയ്തപ്പോൾ ഈ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടാവും. ഈ ബയോപ്സിയിലൊപ്പം ചെയ്തിട്ടുള്ള ടെസ്റ്റുകളായിരിക്കും. ആ റിപ്പോർട്ട് അനുസരിച്ചാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക ടാർഗറ്റഡ് തെറാപ്പീസോ ഇമ്മ്യൂണോതെറാപ്പിയോ ഉപയോഗിക്കാൻ പറ്റുമെന്ന്. ഇപ്പൊ മുഖത്ത് നീരുണ്ട്. അപ്പൊ ഇനി അത് ഈ തെറാപ്പി കീമോതെറാപ്പിയുടെ ആണോ? മുഖത്തും കാര്യങ്ങളൊക്കെ നീര് വരുന്നുണ്ട്. ഇപ്പൊ ഇത്തിരി ക്രിയാറ്റിൻ കൂടി വരുന്നുണ്ട്. എനിക്ക് 0.6 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 1.42 ഒക്കെ ആയി. അപ്പൊ ഇതിന് എനിക്ക് നിങ്ങളെ നേരിട്ട് കാണേണ്ടി വരും, അല്ലാണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ ആദ്യമായിട്ട് ഫോണിൽ കൂടെ അല്ലേ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് കാര്യമായിട്ട് ഒന്നും നിങ്ങൾ നേരിട്ട് കാണാണ്ടും നിങ്ങളുടെ ഇതുവരെ എടുത്ത ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്ന് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ 3 കൊല്ലമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുകയാണല്ലോ. അപ്പൊ എനിക്ക് 1 മിനിറ്റിനുള്ളിൽ എന്താണെന്ന് പറയാൻ പറ്റില്ല. ഒരു നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് ഫുള്ള് നോക്കിയിട്ടോ നിങ്ങളെ പരിശോധിച്ചിട്ടോ എനിക്ക് കറക്റ്റ് ആയിട്ട് എന്താ കാരണം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ എവിടുന്ന കൂടുതലല്ലേ? ഹലോ, ഇമ്മ്യൂണോതെറാപ്പിക്ക് പൈസ കൂടുതലല്ലേ ഡോക്ടർ? ഇമ്മ്യൂണോതെറാപ്പി ഇപ്പോ എക്സ്പെൻസീവ് ആണ്. ഓൾമോസ്റ്റ് 2 to 3 lakhs പെർ മന്ത് ആവും. അതാണെങ്കിൽ ഓൾമോസ്റ്റ് 2 കൊല്ലം, അറ്റ്ലീസ്റ്റ് 1 year പോയെങ്കിലും എടുക്കേണ്ടി വരും. അതാണ് ഇമ്മ്യൂണോതെറാപ്പിയിലത്തെ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. ഇമ്മ്യൂണോതെറാപ്പി എന്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 3-4 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യൻ മാനുഫാക്ചറേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ വില കുറയും. പക്ഷെ ആസ് ഓഫ് നൗ ഇമ്മ്യൂണോതെറാപ്പി ഇത്തിരി എക്സ്പെൻസീവ് ആണ്. അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് പോലും അറിഞ്ഞുകൂടാ. ഞാൻ ഇവിടെ തൃശ്ശൂരാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് കുഴപ്പം, ഇത്രയും നാളായിട്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ. ഇപ്പൊ തന്നെ 3 കൊല്ലമായിട്ട് മരുന്നെടുത്ത് ഒരു സുഖമായിട്ട് പോയല്ലേ. അപ്പൊ അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എല്ലാം ഓക്കെ ആയിക്കോളും. അമ്മ വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് സമയം അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി, വിശദമായി ഞങ്ങളോട് സംസാരിച്ചു. പ്രോഗ്രാമിലേക്ക് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നാളെ മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പാർക്ക് 3 കാണാം. നമസ്കാരം.